1 pot meals. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് 1 pot meal. 1 pot meal കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ വെജിറ്റബിൾസും മീറ്റും എല്ലാം കൂടെ കുക്ക് ചെയ്യുക, സെയിം പാത്രത്തിൽ തന്നെ സെർവ് ചെയ്യുക. എന്ത് എളുപ്പമല്ലേ, ഒരുപാട് പാത്രങ്ങളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പാത്രത്തിൽ തന്നെ. ഇന്ന് അങ്ങനെ ഒരു ഡിഷാണ് ഞാൻ കാണിക്കുന്നത്, 1 pot ചിക്കൻ റോസ്റ്റ്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പെരുംജീരകം ചതച്ചത് 3/4 ടീസ്പൂൺ, ഡാർക്ക് സോയ സോസ് 1 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 1 നാരങ്ങയുടെ നീര്. ചെറിയ നാരങ്ങയാണെങ്കിൽ 1 നാരങ്ങ എടുക്കുക. വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കേരള സ്റ്റൈലിലാണ് ചെയ്തത്, മിക്സ് ചെയ്ത ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് ചെയ്തത്. 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ചേർത്ത് ഇതിലേക്ക് ചിക്കൻ ഇടാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ചിക്കൻ തൈസ് ആണ്. ചിക്കൻ തൈസ് 5 പീസ് 750 ഗ്രാം. നമ്മളിവിടെ സോയ സോസ് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടും, കൂടാതെ നല്ലൊരു ഉപ്പ്, ഈ മീറ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും കിട്ടും, ഒരു ഫ്ലേവറും കിട്ടും. ഈ മാരിനേഡ് നന്നായിട്ട് ചിക്കനെല്ലാം പിടിപ്പിച്ചു. ഇനി ഇത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെക്കുക. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെക്കുക. നമ്മൾ 1/2 മണിക്കൂറോളം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമായിരുന്നു. ഇനി ഇത് ഗ്രിൽ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ചിക്കൻ നമുക്കൊന്ന് ചെറുതായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. ഗ്രില്ലല്ല, സീൽ ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഹൈ ഫ്ലെയിമിൽ ചിക്കനെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ടേൺ ചെയ്യാം. ഈ ഒരു കളർ മറ്റേ സൈഡ് അതുപോലെ കുക്ക് ചെയ്യാം. രണ്ട് സൈഡും ബ്രൗൺ ആയി എടുക്കാം. ഇനി അപ്പം ചിക്കൻ കുക്ക്ഡ് ആയിരിക്കത്തില്ല, ജസ്റ്റ് ഇതിൻ്റെ 2 സൈഡും ബ്രൗൺ ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ബാക്കിയുള്ള ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ വളരെ എളുപ്പമാണ്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ഓയിലിനകത്ത് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് റിമൂവ് ചെയ്യുക. ബേൺഡ് ആയിട്ടുള്ള പീസസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിലൊന്ന് ഊറ്റി മാറ്റിയ ശേഷം വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഈ സെയിം ഓയിലിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. 1 ബേ ലീഫ്, ചെറിയ കഷ്ണം സിനമൺ, പട്ട, 2 ഗ്രാമ്പൂ, 1 ചെറിയ ഏലക്ക. വളരെ കുറച്ച് സ്പൈസസ് എടുത്തുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇതിലേക്ക് 1 സവോള റഫായിട്ട് ചോപ്പ് ചെയ്തത്,
അണിയൻസ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. സവാള ഒന്ന് സോഫ്റ്റായി. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് മഷ്റൂംസ് ഇടാം. ഞാൻ ഇവിടെ 100 ഗ്രാം മഷ്റൂംസ് എടുത്തേക്കുന്നത്, ബട്ടൺ മഷ്റൂംസ്. അതിനകത്ത് 4ആയിട്ട് കീറിയിട്ടാണ്, ഓരോ മഷ്റൂം 4ആയിട്ട് കീറി ഇടുക. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ കുക്കിങ്ങാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് മഷ്റൂംസ് എല്ലാം അങ്ങ് നന്നായിട്ട് കുക്കാവും. അതുകൊണ്ട് ഇച്ചിരി വലുതായിട്ട് ഇടുന്നത്. ചെറുതാക്കിയപ്പോൾ നമുക്ക് മഷ്റൂം കാണാനേ കിട്ടത്തില്ല, അത്രയ്ക്ക് അങ്ങ് വെന്തു പോവും. ഇനി ഇടുന്നത് പംകിൻ, മത്തങ്ങ. ഇതൊരു അരക്കപ്പുണ്ട്, അരക്കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. പംകിനും ഈ പറഞ്ഞ പോലെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും, നമുക്ക് നല്ല ഗുണമാണ്. കൂടാതെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. കുറച്ച് ഒരു മേ ബി 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് മഷ്റൂംസിൽ നിന്നൊക്കെയുള്ള വെള്ളം പുറത്തേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആവാനായിട്ട്. അടുത്തായിട്ട് ടൊമാറ്റോ പേസ്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എങ്കിൽ ടൊമാറ്റോ, ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ അരിഞ്ഞ് ചേർത്താൽ മതി. 2 ടൊമാറ്റോ ചേർത്താൽ മതി. ഞാൻ 1.25 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കും. ഇപ്പോൾ ഫ്രഷ് ടൊമാറ്റോസാണ് ചേർക്കുന്നതെങ്കിൽ ആ ടൊമാറ്റോസ് നന്നായിട്ട് കുക്ക്ഡ് ആവണം, ഡ്രൈ ആവണം, അതുവരെ കുക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇടാനുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇവിടേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാരിനേറ്റ് ബാക്കിയുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർക്കാം. കുറച്ചുണ്ടത് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ചിക്കനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് പൊട്ടറ്റോസ് 2 എണ്ണം, 2 വലുത്, ഇത് 4ആയിട്ട് കീറിയിട്ടേക്കുന്ന ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് വെജിറ്റബിൾസായി, നമുക്ക് പ്രോട്ടീനായി, ഇപ്പോൾ കാർബുമായി. പൊട്ടറ്റോ ഇടുമ്പോൾ കാർബുമായി. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ഒന്നര 2 കപ്പ് വെള്ളം ചേർക്കാം. പിന്നെ ഇടയ്ക്ക് വെള്ളം കുറവാന്ന് തോന്നുന്നു നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. എപ്പോഴും ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. ഇത് നല്ലൊരു തിള വന്നു കഴിയുമ്പം തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇത് അടച്ച് ഒരു 45 മിനിറ്റ്സ് എടുക്കും യൂഷ്വലി. എപ്പോഴും 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക, ചിക്കൻ്റെ പരുവൊക്കെ നോക്കുക. ഇത് ബോണേന്ന് വിട്ട് വരുന്നൊരു പരുവം വരും, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. 45 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തു. ചെക്ക് ചെയ്യാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് സോയ സോസ് കൂടെ ഒഴിക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് സോയ ആണ്, ഒരു 2 ടീസ്പൂണും കൂടെ ഒഴിക്കാം. ഇപ്പം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ. നോക്കിയാൽ പംകിൻസ് ഒന്നും കാണാനേ ഇല്ല, എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞു. പൊട്ടറ്റോ നല്ല വലുതായിട്ട് ഇട്ടതുകൊണ്ട് അത് നന്നായിട്ട് കിടപ്പുണ്ട്. നമ്മൾ ലാസ്റ്റ് നമുക്ക് ഫ്ലേവർ ബോംബ് മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തിടാം. മല്ലിയില ചേർത്തു. ഇനി ആവശ്യത്തിന് പെപ്പർ, എരിവ് നോക്കിയിട്ട് പെപ്പർ പൗഡർ ചേർക്കാം. നമ്മൾ ഒരുപാട് സ്പൂണിട്ട് ഇളക്കിയാൽ പൊടി ഇത് നന്നായിട്ട് വെന്തിരിക്കുക. അതേപോലെ ചുറ്റിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുക. ഇത് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം, ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം, ഇങ്ങനെ തന്നെയായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇതിനകത്ത് കാബും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വെക്കുക.
ഞാൻ പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടാവും. ഇതിലേക്ക് കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിക്കാം. ഗ്രേവി ഉണ്ട്, നല്ല തിക്കാണ്. ചിക്കൻ പോട്ട് റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സെർവ് ചെയ്യാനായിട്ട് ബ്രെഡിൻ്റെ കൂടെയാണ്. റൈസിനെക്കാളും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ. ഇതേപോലെ ബ്രെഡ് കുറച്ച് ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്ത് ഒപ്പം സെർവ് ചെയ്യാം. ഇതേപോലെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ചിക്കനകത്ത് നല്ല ജ്യൂസിയാണ്, നല്ല മോയിസ്റ്റായിട്ട് ഇരിപ്പോട്ടെ. ബോണേ നന്ന് വിട്ട് വരുന്ന പരുവം, ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണ്ട. ഇത് വേണ്ട, ഇതേപോലെ ഇങ്ങനെ വിട്ട് വരും. നല്ല പെർഫെക്റ്റ്ലി കുക്ക് ചിക്കനാണ്, നല്ല മോയിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.